ഹലോ, വെൽക്കം ബാക്ക് ടു മലബാർ മാജിക് കിച്ചൺ. ഇറ്റ്സ് മീ സൗമ്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇന്ന് മലബാർ മാജിക് കിച്ചണിൽ അടിപൊളിയായിട്ടുള്ള ഒരു മാംഗോ ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ മാങ്ങ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല നാടൻ മാങ്ങയും ധാരാളം മറ്റു മാങ്ങകളും അവൈലബിൾ ആയിട്ടുള്ള സമയമാണ്. ഇന്ന് നമ്മുടെ മലബാർ മാജിക് കിച്ചണിൽ രുചികരമായിട്ടുള്ള ഒരു മാംഗോ ഷേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 മാങ്ങ, അതായത് സ്ലൈസ് ചെയ്തെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്ത 2 മാങ്ങ, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഫ്രീസ്ഡ് മിൽക്ക് ആണ്, അതായത് ഫ്രീസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പാൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരമായിട്ട് നമ്മൾ പാശ്ചറൈസ് ചെയ്തിട്ട് വരുന്ന മിൽമ പാൽ, അങ്ങനെയുള്ള പാലുകളില്ലേ, അങ്ങനെയുള്ള കവർ പാലുകൾ ഉപയോഗിക്കുക. അതിനുശേഷം ഈ ഫ്രീസ് ചെയ്തിട്ടുള്ള മിൽക്ക് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ 4 വശം ഉണ്ടാവുമല്ലോ, ആ വശങ്ങൾ കീറിയെടുത്ത് കത്രിക കൊണ്ട് കീറി ഉപയോഗിച്ച് പിന്നെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് സ്ലൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ ഐസ്ക്രീമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കട്ട പാലായതുകൊണ്ട് തന്നെ നല്ല ക്രീമി ടെക്സ്ചറായിട്ടായിരിക്കും കിട്ടുക. ഈ മാംഗോ ഷേക്കിൽ മറ്റൊരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ മാങ്ങയുടെ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും മറ്റു ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ. എപ്പോഴും നല്ല നാടൻ മാങ്ങ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ കൂടുതൽ സ്മെല്ലും ഉണ്ട്, ടേസ്റ്റിയാണ്. ഇത് നാടൻ മാങ്ങ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അധികം ചകിരി ഇല്ലാത്ത മാങ്ങ വേണം ഉപയോഗിക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻറ്റ്സ് അറിയിക്കാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളെ കാണുന്നവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ബൈ ഗായ്സ്.